ഈ കമന്റ് ഒന്ന് വായിച്ചേ. ഈ കമന്റിൽ പറഞ്ഞിരിക്കുന്നത് സത്യത്തിലൊരു മിഥ്യാധാരണയാണ്. നമ്മൾക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. വെള്ളം തളം കെട്ടി കിടക്കുന്നത് കൊണ്ട് മാത്രമല്ല ഈ റൈസിംഗ് ഡാമിനസ് എന്ന് പറഞ്ഞ പ്രക്രിയ ഉണ്ടാകുന്നത്. സത്യത്തിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ അഥവാ വാട്ടർ ടേബിൾ ഹൈ ആയതുകൊണ്ട് നമ്മളുടെ ഫൗണ്ടേഷനും ഗ്രൗണ്ട് വാട്ടർ ലെവലും വളരെ അടുത്ത് നിൽക്കുമ്പോൾ ഈ വെള്ളത്തെ നമ്മളുടെ ഫൗണ്ടേഷൻ അബ്സോർബ് ചെയ്യും. ആ വെള്ളം മുകളിലേക്ക് വരികയും ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയാണ് സത്യത്തിൽ റൈസിംഗ് ഡാമിനസ് എന്ന് പറയുന്നത്. ഈ വെള്ളം മുകളിലേക്ക് വന്ന് നമ്മുടെ ബ്രിക്സിലേക്കും നമ്മളുടെ ഭിത്തി കെട്ടിയിരിക്കുന്നതിലേക്കും വരുന്നു, പെയിന്റ് പൊളിഞ്ഞു വരുന്നു. ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. ഇതിനെ എങ്ങനെ കട്ട് ഓഫ് ചെയ്യാം? വെള്ളത്തിന് തടയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. വെള്ളം അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സ് നമുക്കൊരു പരിധി വരെ തടയാം, നല്ല അഡ്മിക്സ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോൾ ആർമർ 500A പോലുള്ള വാൻവെറ്റിന്റെ പ്രൊഡക്ട്സ് ഉപയോഗിച്ചാൽ അത് സാധിക്കും. അതിന് മുകളിൽ ബിറ്റുമിനസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഈ വാട്ടർ മുകളിലേക്ക് ട്രാവൽ ചെയ്യുന്നതിന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റൂ. ഡാം പ്രൂഫ് കോഴ്സ് എന്നാണ് പറയുക. വാൻവെറ്റിന്റെ ഡാം ഗാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനെ വളരെ കൃത്യമായിട്ട് തടയാൻ സാധിക്കും. റൈസിംഗ് ഡാമിനസ് എന്ന പ്രോബ്ലം നിങ്ങളുടെ വീട്ടിൽ ഇല്ലാതിരിക്കാനും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും.